നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെക്കന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയുടെ വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു. ഗാസയെ തീവ്രവാദമുക്തവും അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാകാത്തതുമായ മേഖലയാക്കുക, ഇതുവരെ കൊടും ദുരന്തം അനുഭവിച്ച ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ പുനർവികസനം നടപ്പാക്കുക. ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണ് എങ്കിൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുക. ബന്ദികളെ മോചിപ്പിക്കാനുള്ള സൗകര്യത്തിനായി ഇസ്രായേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്ക് പിന്മാറുക. ഈ സമയം വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കുക. കൂടാതെ സമ്പൂർണ്ണ പിന്മാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധമുന്നണികൾ സമാധാന സ്ഥിതിയിൽ തുടരുക. ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെയെല്ലാം മരിച്ചവരുടെ മൃതദേഹങ്ങൾ അടക്കം തിരികെ നൽകുക എന്നിങ്ങനെ 20 വ്യവസ്ഥകളാണ് ട്രംപിന്റെ പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നത്. ട്രംപുമായി തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഹമാസ് ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുമോ എന്ന് വ്യക്തമല്ല. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസിന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ഹമാസ് അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് ചർച്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞു. എല്ലാ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലും ഒപ്പുവെച്ചു. ഇനി ഹമാസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ എന്നറിയണം. അങ്ങനെ അല്ല എങ്കിൽ അത് വളരെ സങ്കടകരമായ പര്യവസാനമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് പ്രതികരിക്കണമെന്നും അതിനായി 3-4 ദിവസം സമയം നൽകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിനുള്ളിൽ പ്രതികരിച്ചില്ല എങ്കിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗാസയ്ക്കായുള്ള ട്രംപിന്റെ സമാധാന പദ്ധതി പ്രായോഗികമാണെന്നും ഹമാസ് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലയോ 14 മാർപ്പാപ്പ കാസ്റ്റൽ ഗാൻഡോൾഫയിൽ നിന്നും മടങ്ങവെ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കവെയായിരുന്നു പാപ്പയുടെ വാക്കുകൾ. കൂടാതെ ഗാസ തീരത്തേക്ക് സാധന സാമഗ്രികളുമായി എടുക്കുന്ന കപ്പലുകൾ, US-ന്റെ ആണവ നിലപാടിനെ കുറിച്ചുള്ള ആശങ്കകൾ, അബോർഷൻ അനുകൂലിയായ സെനറ്ററിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകാനുള്ള തീരുമാനം തുടങ്ങിയ വിവാദ വിഷയങ്ങളിലും പാപ്പ തന്റെ അഭിപ്രായം വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അംഗീകാരത്തോടെ US പ്രസിഡന്റ് ട്രംപ് ഗാസയ്ക്കായി വൈറ്റ് ഹൗസിൽ അവതരിപ്പിച്ച 20 ദിന സമാധാന പദ്ധതിയെക്കുറിച്ചാണ് ലയോ 14 മാർപ്പാപ്പ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചത്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ പേരിൽ US കോളേജുകളിലെ വിദേശ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അറസ്റ്റ് ചെയ്യുകയും വിസ റദ്ദാക്കുകയും നാടുകടത്തുകയും ചെയ്യുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി. പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ മനുഷ്യാവകാശ പ്രവർത്തകനും കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ മഹ്മൂദ് ഖലീൽ 3 മാസത്തിലേറെ ഫെഡറൽ ഇമിഗ്രേഷന്റെ തടവിൽ കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. മഹ്മൂദ് ഖലീലിന്റെ അറസ്റ്റിനു പിന്നാലെ നിരവധി വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പാലസ്തീൻ അനുകൂലമെന്നതിന്റെ പേരിൽ വിവിധ സംഘടനകൾ അഴിച്ചുവിട്ട ആക്രമണങ്ങളെപ്പറ്റിയോ അവരുണ്ടാക്കിയ നാശനഷ്ടങ്ങളെപ്പറ്റിയോ കോടതി പരാമർശിച്ചില്ല. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ കടുത്ത തീരുവ ചുമത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം തള്ളി യൂറോപ്യൻ യൂണിയൻ രാജ്യമായ ഫിൻലൻഡും. ഇന്ത്യക്ക് മേൽ തീരുവ കൂട്ടാനല്ല, തീരുവ കുറയ്ക്കാനും അതുവഴി മെച്ചപ്പെട്ട വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി എലീന വോൾട്ടനൈൻ പറഞ്ഞു. അമേരിക്കയുടെ പാത പിന്തുടർന്ന് ഇന്ത്യക്ക് മേൽ യൂറോപ്യൻ യൂണിയനും G7 രാഷ്ട്രങ്ങളും നാറ്റോയും 100% ഇറക്കുമതി തീരുവ ചുമത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. 3 കൂട്ടായ്മകളും ട്രംപിന്റെ ആവശ്യം തള്ളി. ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് യൂറോപ്പ് കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലൈൻ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്കൊപ്പമാണെന്ന പ്രസ്താവനയുമായി ഫിൻലൻഡും രംഗത്തെത്തിയിരിക്കുന്നത്. മധ്യ ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനത്തിൽ 69 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഭൂചലനത്തിൽ നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. സെബു പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം രാത്രി 9:59 ദുരന്തമുണ്ടായത്. ബൊഹോൾ പ്രവിശ്യയിലെ കാലാപയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ തെക്ക് കിഴക്കായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ലൈറ്റ്, സെബു, ബിലിരാൻ എന്നീ മധ്യദ്വീപുകളിലെ നിവാസികളോട് കടൽ തീരത്തു നിന്നും വിട്ടു നിൽക്കുവാനും മുന്നറിയിപ്പ് നൽകി. അതേസമയം സുനാമി ഭീഷണിയില്ല എന്നും ഒരു നടപടിയും ആവശ്യമില്ല എന്നും പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു.
അമേരിക്കൻ സർക്കാർ ഷട്ട് ഡൌണിലേക്ക് നീങ്ങുകയാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർക്കാർ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ധനബിൽ US കോൺഗ്രസിൽ പാസ്സാക്കാത്ത സാഹചര്യത്തിലാണ് ഷട്ട് ഡൌൺ നടപ്പിലാക്കുക. ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും. ധനബിൽ സെനറ്റിൽ പാസ്സാക്കാൻ കഴിഞ്ഞ ദിവസവും ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാത്തതിനാൽ നീക്കം പരാജയപ്പെടുകയായിരുന്നു. ബിൽ പാസ്സാക്കണമെങ്കിൽ 7 ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിന്തുണ വേണം. എന്നാൽ 2 അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെ പിന്തുണച്ചത്. ഒരു ഷട്ട് ഡൌൺ ഉണ്ടായേക്കാമെന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്റെ സർക്കാരിന് തിരിച്ചുപോക്കില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവയെല്ലാം നിർത്താൻ US ഗവൺമെന്റ് നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഷട്ട് ഡൌൺ. ഷട്ട് ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഫലം കണ്ടിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച കൂടി നടക്കാനുണ്ട്. അതുകൂടി ഫലം കണ്ടില്ല എങ്കിൽ അമേരിക്ക പൂർണ്ണമായും സ്തംഭനത്തിലേക്ക് നീങ്ങും. ഗാസ മുനമ്പിലെ യുദ്ധാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ പ്രധാന പങ്കുവഹിക്കണമെന്ന് ഇസ്രായേൽ അംബാസഡർ ഓർ ഗിലോൺ അഭിപ്രായപ്പെട്ടു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ സംഭാവനകൾ നിർണായകമാകുമെന്നും ഗിലോൺ പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനുഷിക സഹായത്തിനുമായി ഇന്ത്യ നൽകുന്ന ഏത് പിന്തുണയും ഇസ്രായേൽ സ്വാഗതം ചെയ്യും. ഈ വിഷയം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗാസയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ നിരവധി പദ്ധതികൾക്ക് തുടക്കമിടാൻ സാധിക്കുമെന്നും അംബാസഡർ കൂട്ടിച്ചേർത്തു. ഹമാസുമായി ചർച്ചകളില്ല, തീവ്ര ചിന്താഗതിക്കാരുമായി ഇടപെടാൻ കഴിയില്ല എന്നും അവർ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല എന്നും ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് അവർ ലക്ഷ്യമിടുന്നതെന്നും ഗിലോൺ ആവർത്തിച്ചു പറഞ്ഞു. ഹമാസിനെ ഒരു ഭീകര സംഘടനയെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതെന്നും അതിനുവേണ്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നും ഗിലോൺ അറിയിച്ചു. യുദ്ധത്തിന് ശേഷം ഗാസയെ വീണ്ടും ഭരിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. സുരക്ഷാപരമായ നിയന്ത്രണങ്ങൾ ഇസ്രായേലിന് ആവശ്യമായി വരും. എന്നാൽ സാധാരണ ജനജീവിതം ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര സഹായത്തിന്റെ കീഴിലായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിലെ വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ, തടവുകാരെ മോചിപ്പിക്കൽ, മാനുഷിക സഹായ പ്രവാഹം എന്നിവ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച സമാധാന പദ്ധതിയെ ബഹ്റൈൻ സ്വാഗതം ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള ഒരു നല്ല സംരംഭമായി പദ്ധതിയെ കണക്കാക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിലെ ജനങ്ങളുടെ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള ഈ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായങ്ങൾക്കും എല്ലാ കക്ഷികളുടെയും പ്രതിബദ്ധതയ്ക്കും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. ഏദൻ ഉൾക്കടലിൽ വെച്ച് നെതർലാൻഡ്സ് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഹൂതി ഭീകരർ ഗാസയിലെ പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്കുള്ള ചരക്ക് നീക്കം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൂതി ഭീകരർ ആക്രമണം നടത്തിയത്. എന്നാൽ കപ്പലിന് ഇസ്രായേലുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഹൂതികളുടെ സൈനിക വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഫിലിപ്പീൻസ്, റഷ്യ, ശ്രീലങ്ക, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 19 അംഗ സംഘമാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരെ കപ്പലിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 2 ക്രൂ അംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആംസ്റ്റർഡാം ആസ്ഥാനമായുള്ള കപ്പൽ ഉടമകളായ പ്ലിത്തോഫ് പാലസ്തീനിലെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശന നിരോധനം ലംഘിച്ചു എന്നാണ് ഹൂതികളുടെ ആരോപണം. ഏദൻസ് ഉൾക്കടലിൽ മാസങ്ങൾക്കിടെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. പ്രതിപക്ഷം $1 ട്രില്യൺ സാധനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രധാന വ്യാപാര മാർഗമായ ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയാണ് ഹൂതികളുടെ ലക്ഷ്യം. കഴിഞ്ഞ 2 വർഷത്തിനിടെ കുറഞ്ഞത് 8 നാവികർ കൊല്ലപ്പെടുകയും 4 കപ്പലുകൾ മുങ്ങുകയും ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക്. ഡിസംബർ മാസം 5, 6 തീയതികളിൽ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ അമേരിക്ക പിഴത്തീരുവ ചുമത്തിയതിന് പിന്നാലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോ സന്ദർശിച്ച വേളയിലാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തെത്തിയത്. എന്നാൽ എന്നാണ് സന്ദർശനം എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. പിന്നീട് ചൈനയിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ മോദിയും പുടിനും തമ്മിൽ കാണുകയും 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.